നരേന്ദ്രമോദി യുഗത്തിന്റെ കീഴിൽ ഇന്ത്യൻ സൈനികനാകാൻ ഇനിയൊരു അവസരമുണ്ടാകുമോ? ഇതാണ് ഇപ്പോൾ ഭാരതത്തിലെ യുവാക്കളുടെ ഒരു ചോദ്യം, പ്രതീക്ഷ. എന്താണ് ഈ യുവതലമുറയുടെ ഈ ആഗ്രഹത്തിന് പിന്നിൽ? അഭിമാനം അതാണോ? അന്തസ്സാണോ? ഇതുകൂടാതെ അത്യാധുനികമായ ഉപകരണങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ സേനയ്ക്ക് നമ്മുടെ DRDOയും പ്രതിരോധ വകുപ്പുമൊക്കെ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മുടെ സൈനികർ പർവ്വത മുകളിലേക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആ പോസ്റ്റിൽ വരുത്തുന്നത് 2, 3, 4 ദിവസം ചേർന്നിട്ടാണ്. ഭക്ഷണം, വസ്ത്രങ്ങൾ, ആയുധങ്ങൾ ഇവയെല്ലാം സ്വയം ചുമന്ന് അതിർത്തിക്കരികിലുള്ള പോസ്റ്റിലെത്തുമ്പോൾ അവരുടെ ക്ഷമ തന്നെ, അവരുടെ ആരോഗ്യ അവസ്ഥ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയാകും. ചിലപ്പോൾ ഭക്ഷണ സാധനങ്ങൾ ചുമക്കാൻ പോർട്ടറോ അല്ലെങ്കിൽ കോവർ കഴുതകളോ ഉണ്ടായേക്കാം. ചിലപ്പോൾ അതും ഉണ്ടാകില്ല. എങ്കിലും അവർ അവരുടെ സൈനിക പോസ്റ്റുകളിൽ കൃത്യസമയത്ത് തന്നെ എത്തിയിരിക്കും. ഇത്തരത്തിലുള്ള ഹിമാലയൻ അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ വരുന്നുണ്ട് ഇന്ത്യൻ മെയ്ഡ് ഡ്രോണുകൾ. ഉയർന്ന മലനിരകളിലെ നിരീക്ഷണത്തിനും ചരക്ക് നീക്കത്തിനുമൊക്കെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത RUAV 200 എന്ന തദ്ദേശീയമായ ഡ്രോണാണ് ഇപ്പോൾ സൈനികർക്ക് മുന്നിൽ താരമായി മാറിയിരിക്കുന്നത്. ഈ ഡ്രോണിൻ്റെ പ്രവർത്തനം കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിലയിരുത്തുകയും ചെയ്തു. DRDOയുടെ IIT കാൺപൂർ അടക്കമുള്ള ഗവേഷണ കേന്ദ്രങ്ങളുമായി സംയുക്തമായി സഹകരിച്ചാണ് HAL ഈ റോട്ടറി വിങ് ഡ്രോൺ നിർമ്മിക്കുന്നത്. ലഡാക്ക്, സിയാച്ചിൻ തുടങ്ങിയ ദുർഘടമായ ഇടങ്ങളിൽ ഇന്ത്യൻ സേനയ്ക്ക് വലിയ കരുത്താകും ഈ ഡ്രോൺ. അതുമാത്രമല്ല, ഈ ഡ്രോണുകളെ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഇന്ത്യൻ സേനയുടെ മലനിരകളിലെ നിരീക്ഷണ സംവിധാനം കൂടിയാണ്. സ്വയം നിയന്ത്രിതമായ ടേക്ക് ഓഫ്, നാവിഗേഷൻ, ലാൻഡിംഗ്, ദുർഘടമായ സ്ഥലങ്ങളിൽ സൈനികർക്ക് ആവശ്യമായ സാമഗ്രികൾ എത്തിക്കൽ, പിന്നെ വൈദ്യ സഹായപരമായ മറ്റ് സേവനങ്ങൾ. ഇങ്ങനെ വെറുമൊരു നിരീക്ഷണ ഡ്രോൺ എന്നതിലുപരി യുദ്ധഭൂമിയിൽ വെടിക്കോപ്പുകൾ, മരുന്നുകൾ, അവശ്യ വസ്തുക്കൾ എന്നിവ എത്തിക്കാനുള്ള ഒരു ആധുനിക സംവിധാനം കൂടിയാണ് ഈ ഡ്രോണുകൾ. ഇന്ത്യൻ സേന നേടുന്ന ഏറ്റവും കഠിനമായ ഭൂപ്രകൃതി ഇടങ്ങളിൽ സഹായമെത്തിക്കാൻ പ്രാപ്തിയുള്ള ഈ മികച്ച ഡ്രോൺ ഉടൻ തന്നെ ഇന്ത്യൻ സേനയുടെ ഭാഗമാകും. ഭാവിയിൽ ഇത്തരം ഡ്രോണുകളിൽ നിരീക്ഷണ ക്യാമറകൾക്കൊപ്പം ആയുധങ്ങൾ ഘടിപ്പിക്കാനുമുള്ള സംവിധാനവുമുണ്ട്. ഇലക്ട്രോ ഒപ്റ്റിക്കൽ, ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണം, ഇതാണ് അതിൻ്റെ കൃത്യതയാർന്ന നിരീക്ഷണമാണ് ഈ ഡ്രോണുകളെ മറ്റു ഡ്രോണുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. 6000 മീറ്റർ, അതായത് 6 കിലോമീറ്റർ വരെ നിർത്താതെ പറക്കാനുള്ള ശേഷിയുണ്ട്. ഉയർന്ന മലനിരകളിൽ 30 കിലോ ഭാരം ചുമക്കും. കടൽപ്പരപ്പിലാണെങ്കിൽ 80 കിലോ. തുടർച്ചയായി 4 മുതൽ 5 മണിക്കൂർ വരെ പറക്കാനുള്ള കഴിവുമുണ്ട് ഇതിന്. 100 കിലോമീറ്റർ പരിധിയിൽ ഡാറ്റ ലിങ്ക് സംവിധാനവും ഇതിനെ സഹായിക്കും. ആ 100 കിലോമീറ്റർ പരിധിയിൽ അതിൻ്റെ റഡാറുകളിൽ നിന്നുള്ള സന്ദേശങ്ങൾ കൃത്യമായും സൈനിക താവളങ്ങൾക്ക് അയച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇതിനുണ്ടാകും. എന്തായാലും ഇത്തരമൊരു സംവിധാനം ഇന്ത്യൻ സേനയ്ക്ക്, ഇത്തരമൊരു ഡ്രോൺ സംവിധാനം ഇന്ത്യൻ സേനയ്ക്ക്, പ്രത്യേകിച്ച് നമ്മുടെ സിയാച്ചിൻ അടക്കമുള്ള ഹിമാലയൻ മലനിരകളിലെ അതിർത്തികളിൽ സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക്, അതുപോലെ തന്നെ പെട്രോളിംഗ് സംഘങ്ങൾക്കെല്ലാം വളരെ ഉപകാരപ്രദമാണ്. ഈ ഒരു ഡ്രോണിൻ്റെ കണ്ടുപിടുത്തത്തോടെ ഇനി ഇന്ത്യൻ സൈന്യത്തിന് മലമുകളിലേക്കുള്ള, പ്രത്യേകിച്ച് നമ്മുടെ ചൈനയാണ് നമ്മുടെ ഹിമാലയത്തിൻ്റെ അപ്പുറത്തുള്ള നമ്മുടെ അയൽ രാജ്യം. ഗൽവാനടക്കം നിരന്തരം പ്രദേശങ്ങളിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ മുൻകാലത്ത് പതിവായിരുന്നു. ഒടുവിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക നേതാക്കൾ, സൈനിക അധികാരികൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്താണ് ആ സംഘർഷത്തിന് അയവുണ്ടാക്കിയതും ഇരു സേനകളും നിർദ്ദിഷ്ട നിയന്ത്രണ രേഖയിൽ നിന്നും പിന്നോട്ട് പോയി ക്യാമ്പ് ചെയ്യുന്നതും.